ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ശാന്തിഗിരി ആശ്രമത്തിൽ എപ്പോഴെല്ലാം വരുന്നോ അപ്പോഴെല്ലാം ആത്മചൈതന്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ്. കരുണാകര ഗുരുവിൻ്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ശാന്തിഗിരി ആശ്രമം മനുഷ്യ നന്മയുടെ ഉദാത്തമായ ഉദാഹരണമാണ്. എ ന്യൂ ലൈഫ് ആൻഡ് എ ന്യൂ ലൈറ്റ്. തീർച്ചയായും ഈ ആശ്രമം ആയിരക്കണക്കിന് 2000-ഓളം അന്തേവാസികളുള്ള ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മഹത് സ്ഥാപനമായി വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ലോകസമാധാനത്തിനും മനുഷ്യ പുരോഗതിക്കും വേണ്ടിയുള്ള നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ വരുന്നു. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമെല്ലാം അതീതമായി മനുഷ്യ സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ഈ മണ്ണിൽ നിന്ന് ഉയരുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സാഹോദര്യം ഇവിടെ നിന്ന് ഉദ്ഘോഷിക്കുന്നു എന്നുള്ളതാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മതപരമായ ഭിന്നതകൾ ഉള്ള ഒരു കാലഘട്ടമാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ഭിന്നതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെല്ലാം അതീതമായി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മഹത്തായ ആശ്രമമായി, കേന്ദ്രമായി ശാന്തിഗിരി ആശ്രമം വളർന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The inaugural address will be done by Honorable Minister for Home Affairs, India, Sri Rajnath Singh Ji. Rajnath Ram Badan Singh is an Indian politician belonging to the Bharatiya Janata Party who currently serves as the Minister for Home Affairs of India. During the early time of his political realms, he became Education Minister of Uttar Pradesh, Member of Rajya Sabha, Whip of BJP in Rajya Sabha, Minister for Union Surface Transport and many others. During his tenure as Union Minister of Agriculture and subsequently for food processing, he has initiated a few epoch-making projects like Kisan Call Center and Farm Income Insurance Scheme. In May 2014, he was elected MP from Lucknow in Uttar Pradesh. On May 2014, Sri Rajnath Singh took oath as the Union Minister of India. Rajnath Singh, ईश्वर की शपथ लेता हूं. Since then, he is actively working as a Union Minister for Home Affairs. We humbly request you, in the name of our Guru, to embellish this occasion with your thoughtful words. Thank you. സഹോദരി സഹോദരന്മാരെ നമസ്കാരം. Brothers and sisters, I will deliver my speech in Hindi and it will be translated by Mr. Mullidharan, Member of Parliament. पहली बार इस शांतिगिरी आश्रम में आने का मुझे अवसर प्राप्त हुआ है और मैं कह सकता हूँ कि इस आश्रम में कदम रखते ही मैंने ये महसूस किया है कि यहाँ पर कोई एक स्पिरिचुअल वाइब्रेशन है. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശാന്തിഗിരി ആശ്രമത്തിലെത്താനുള്ള അവസരം എനിക്ക് ആദ്യമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ആശ്രമത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ആത്മീയമായിട്ടുള്ളൊരു അനുഭൂതി
എനിക്കുണ്ടായി. 50 साल से अधिक लंबे समय से यह शांतिगिरी आश्रम काम कर रहा है और मैं यह मानता हूँ कि जिस तरीके से यह शांतिगिरी आश्रम काम कर रहा है, निश्चित रूप से कोई न कोई इसके पीछे एक स्पिरिचुअल फोर्स है. उस स्पिरिचुअल फोर्स के इंस्पिरेशन से ही यह शांतिगिरी आश्रम काम कर रहा है. और इस शांतिगिरी आश्रम के पीछे जिन महापुरुष की प्रेरणा काम कर रही है, ऐसे श्री करुणाकर गुरु जी को मैं स्मरण करता हूँ और साथ ही मैं उनका अभिनंदन भी करता हूँ. 50 വർഷത്തിലേറെക്കാലമായി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ആത്മീയമായിട്ടുള്ള ഔന്നത്യം പ്രാപിക്കുന്ന തരത്തിൽ ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രേരണാ സ്രോതസ്സായിട്ട് നിലനിൽക്കുന്ന ശ്രീ കരുണാകര ഗുരുവിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകളാണ് ആശ്രമത്തിൻ്റെ ഇത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. यह शांतिगिरी आश्रम स्पिरिचुअल इनलाइटमेंट का यहाँ पर काम कर रहा है और अपनी बहुत ही महत्वपूर्ण भूमिका का निर्वाह कर रहा है. वहीं पर भारतीय परंपरा की चिकित्सा पद्धतियों को भी लोकप्रिय बनाने में इस आश्रम की एक महत्वपूर्ण भूमिका है. इसलिए मैं पुनः अपनी तरफ से इस आश्रम के प्रति हृदय की गहराइयों से सम्मान की अभिव्यक्ति करता हूँ. ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെയും വെളിച്ചത്തിൻ്റെയും സന്ദേശം പകരുന്നതോടൊപ്പം ഭാരതീയ ചികിത്സാ പദ്ധതി, ആ പദ്ധതി വ്യാപിപ്പിക്കാനും ആ പദ്ധതിയുടെ പ്രചാരത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ശാന്തിഗിരി ആശ്രമം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. जिस आध्यात्मिक गुरु ने इस केरल में एक आध्यात्मिक ज्योति को प्रज्वलित करने का काम किया, उस आध्यात्मिक गुरु आदरणीय करुणाकर गुरु जी के नाम में ही नवज्योति शब्द जुड़ा हुआ है. ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനും ഈ പ്രവർത്തനങ്ങൾക്ക്, ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തുടക്കം കുറിച്ച മഹത് വ്യക്തിയുമായ കരുണാകര ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആത്മീയമായിട്ടുള്ള ഒരു വെളിച്ചവും ഉണർവും, ആ ഉണർവും ഈ കേരളത്തിലുടനീളം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ദിനത്തിൽ, ഈ സ്മരണാ ദിനത്തിൽ പുതിയ വെളിച്ചം എന്നുള്ള അർത്ഥത്തിൽ നവ ഒലി ദിനം എന്നുള്ള നിലയിൽ ഒരു പുതിയ വെളിച്ചത്തിൻ്റെ പ്രതീകമായിട്ട് കരുണാകര ഗുരുവിനെ നമ്മൾ സ്മരിക്കുകയാണ്. यदि मैं यह कहूँ कि करुणाकर गुरु जी का नाम भारत के कल्चरल रिनासा यानी सांस्कृतिक पुनर्जागरण के एक अम्बेसडर के रूप में भविष्य में भी लिया जाएगा, तो यह कहना भी एग्जैगरेशन नहीं होगा. ശ്രീ കരുണാകര ഗുരുവിൻ്റെ നാമം ഭാരതത്തിൻ്റെ മുഴുവൻ ആത്മീയമായിട്ടുള്ള ഉത്തേജനത്തിൻ്റെ, ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെ പ്രതീകമാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും അത് അതിശയോക്തിയല്ല എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുക. मुझे जानकारी है कि शांतिगिरी आश्रम की बहुत सारी एक्टिविटीज चल रही हैं. यदि मैं सारी एक्टिविटीज़ की यहाँ पर चर्चा करूँगा तो एक लंबा समय लगेगा, लेकिन एक बात की मैं ज़रूर चर्चा करना चाहूँगा यहाँ पर कि शांतिगिरी आश्रम द्वारा हेल्थ और ह्यूमन बीइंग के वेलनेस के लिए जो काम किया जा रहा है, उसकी जितनी भी सराहना की जाए वह कम है. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഴുവൻ ഞാൻ ഇവിടെ പരാമർശിക്കുകയാണെങ്കിൽ വളരെയേറെ സമയം വേണ്ടിവരും. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഞാൻ എങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആരോഗ്യത്തിൻ്റെ മേഖലയിൽ, മനുഷ്യരുടെ ക്ഷേമത്തിൻ്റെ മേഖലയിൽ, സുഖകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ മേഖലയിൽ, ആ മേഖലയിൽ ശാന്തിഗിരി ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അന്യാദൃശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. यदि एंशियंट भारत की हिस्ट्री को उठाकर कोई देखे तो सहज रूप से इस नतीजे पर पहुंचेगा कि चिकित्सा पद्धति के मामले में, मेडिकल साइंस में
भारत सारी दुनिया के देशों से काफ़ी आगे था। सुश्रुत संहिता और चरक संहिता जिन लोगों ने पढ़ा होगा उन्हें इस बात की जानकारी होगी कि यहाँ पर मोर देन 120 सर्जिकल इंस्ट्रूमेंट्स हुआ करते थे और मोर देन 300 सर्जिकल प्रोसीजर्स हुआ करते थे। और इतना ही नहीं, ह्यूमन सर्जरी की 8 कैटेगरीज भी सुश्रुत संहिता और चरक संहिता में इसका उल्लेख किया गया है। പൗരാണിക ഭാരതത്തിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വിവിധ മേഖലകളുമായിട്ട് ആ മേഖലകളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് ആധുനിക ശാസ്ത്രം എവിടെ വരെ എത്തിയിട്ടുണ്ടോ ഏതാണ്ട് അതിനോട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള വിദഗ്ധമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും ശസ്ത്രക്രിയാ സംവിധാനങ്ങളും അത് പൗരാണിക ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സുശ്രുത സംഹിതയും ചരക സംഹിതയും ഒക്കെ ഇന്ന് ചികിത്സയുടെ വിവിധ തലങ്ങളിൽ 100-ലധികം തരത്തിലുള്ള ശസ്ത്രക്രിയകൾ, ഏതാണ്ട് അത്ര തന്നെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ഇതെല്ലാം തന്നെ പൗരാണിക ഭാരതത്തിൽ ഭാരതത്തിൻ്റേതായിട്ടുള്ള ചികിത്സാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. कोई हमसे पूछे कि भारत की सबसे बड़ी देन इस दुनिया को क्या है, तो मैं ये कहूँगा कि भारत को सबसे बड़ी देन ये इस दुनिया की है अध्यात्म है, यानी स्पिरिचुअलिज्म है, आयुर्वेद है और योगा है। और मैं ये भी बतलाना चाहूँगा कि यह आयुर्वेद और योगा के प्रति सारी दुनिया में आकर्षण तेजी के साथ बढ़ता जा रहा है। और इतना ही नहीं, आपने देखा होगा कि जिस समय हमारे प्रधानमंत्री ने यूनाइटेड नेशंस में प्रस्ताव योगा को लेकर पेश किया था तो लगभग दुनिया के सारे देशों ने उसका समर्थन दिया था और 21 जून को एक इंटरनेशनल योगा डे के रूप में सारे विश्व ने घोषित किया था। ലോകത്തിന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഏതാണ് എന്ന് പരിശോധിച്ചാൽ അത് ഭാരതത്തിൻ്റെ ആധ്യാത്മികത, ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ആധ്യാത്മികത, ആയുർവേദം, യോഗ, ഇതൊക്കെയാണ് ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ. ഇന്ന് ഈ സംഭാവനകൾ ഇന്ന് ലോകം മുഴുവൻ ഈ മേഖലകളിൽ, ആധ്യാത്മിക മേഖലയിലും യോഗയുടെ മേഖലയിലും ആയുർവേദത്തിൻ്റെ മേഖലയിലുമൊക്കെ, ഈ മേഖലയൊക്കെ ലോകം മുഴുവൻ ഇന്ന് വളരെ വേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയുടെ മുൻപാകെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ ആ വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസം 21-ാം തീയതി അന്തർദേശീയ തലത്തിൽ യോഗ ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തിരിക്കുകയാണ്. हमारी सरकार ने एक अलग से आयुष मंत्रालय ही बनाया है और आयुष मंत्रालय बनाने का उद्देश्य यही है कि आयुर्वेद, योगा, यूनानी और सिद्धा, इन सब सारी पद्धतियों का अधिक से अधिक प्रचार किया जा सके. ഈ ഇന്ന് നിലവിലുള്ള കേന്ദ്ര സർക്കാർ ആയുഷ് മന്ത്രാലയം എന്നുള്ള പേരിൽ ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഈ 4 ചികിത്സാ പദ്ധതികൾ, 4 വ്യത്യസ്തമായിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖലകൾ, ആ മേഖലകളെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ളത്. भारत में सिद्ध पद्धति से ट्रीटमेंट करने की, इलाज करने की सबसे बड़ी कला यदि किसी के पास है तो वह शांतिगिरी आश्रम के पास है. और मैं कह सकता हूँ क्रॉनिक डिजीजेस के उपचार के लिए शांतिगिरी आश्रम द्वारा चलाए जा रहे मेडिकल कॉलेजों में इस समय रिसर्च वर्क भी चल रहा है. यह जानकारी मुझे दी गई है. സിദ്ധ ചികിത്സാ പദ്ധതിയിൽ ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തരത്തിൽ, ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും പുരോഗതി പ്രാപിച്ചിട്ടുള്ള തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ആ ചികിത്സാ സംവിധാനങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശംസാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ തരത്തിലുള്ള പദ്ധതികളിലൂടെ, ഈ ചികിത്സാ പദ്ധതിയിലൂടെ ദീർഘകാലമായിട്ട് രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകളുടെ പോലും ചികിത്സ ഉറപ്പുവരുത്താൻ ഈ ശാന്തിഗിരി ആശ്രമത്തിന് സാധിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. मित्रों, सारे विश्व में योगा, आयुर्वेद, ऑर्गेनिक फार्मिंग, इन सब सारी चीज़ों के प्रति आकर्षण तेजी के साथ बढ़ रहा है. मुझे याद है 2009 में
न्यूज वीक में बराबर कॉलम लिखने वाली एक अमेरिकन राइटर हैं जिनका नाम है लीजा मिलर। लीजा मिलर ने एक आर्टिकल में यह लिखा था, उस समय मुझे याद है, कि जिस तरीके से भारत के द्वारा दिया गया योगा, आयुर्वेद, ऑर्गेनिक फार्मिंग, प्राणायाम की तरफ सारे विश्व में आकर्षण बढ़ता चला जा रहा है, तो उन्होंने एक सेंटेंस में इसे लिखा था, इट सीम्स दैट वी ऑल आर बिकमिंग हिंदुस्तानी। യോഗ, ആയുർവേദം, ജൈവ കൃഷി, ഈ മേഖലകൾ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. 2009 ന്യൂസ് വെയിൽ മാഗസിൻ മാസികയിൽ ലിസ മിലൻ എന്നു പേരുള്ള ഒരു അമേരിക്കൻ ഒരു പത്രപ്രവർത്തക ഒരു ലേഖനം എഴുതിയിരുന്നു. അവരെഴുതിയ ലേഖനത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചത് യോഗയും ആയുർവേദവും ജൈവകൃഷിയും പോലെയുള്ള വിവിധ മേഖലകൾ, ആ മേഖലകളിൽ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ലോകം മുഴുവൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, അതിലൂടെ ലോകം മുഴുവനുള്ള ജനങ്ങൾ, ആ ജനങ്ങൾ മുഴുവൻ തന്നെ ഭാരതീയരായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാനികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവരുടെ ലേഖനത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. जैसे शांतिगिरी आश्रम होलसम हेल्थ को प्रमोट करने की कोशिश कर रहा है, उसी रास्ते पर चलकर हमारी भी सरकार होलसम हेल्थ का कंसेप्ट इस देश में दे रही है, उसे प्रचलित कराने की कोशिश कर रही है, जिसमें वेलनेस को हेल्थ के साथ इंटीग्रेट किया गया है. ശാന്തിഗിരി ആശ്രമം സമഗ്രമായിട്ടുള്ള ആരോഗ്യ പുരോഗതി, ആരോഗ്യ സംരക്ഷണം, ആ സമഗ്രമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ആശ്രമമാണ്. കേന്ദ്ര സർക്കാരും ഇതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ സർവതോമുഖമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. मैं यह मानता हूं केवल केरल में ही नहीं बल्कि सारे भारत में वेलनेस सेंटर खोलने में शांतिगिरी आश्रम जैसे आश्रमों की एक बहुत ही महत्वपूर्ण भूमिका हो सकती है. കേരളത്തിൽ മാത്രമല്ല, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മേഖലയിൽ, ആ മേഖലയിൽ രാജ്യം മുഴുവൻ തന്നെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. आयुर्वेद और सिद्धा को लोकप्रिय बनाने में शांतिगिरी आश्रम जिस प्रकार से अपनी भूमिका का निर्वाह कर रहा है, उसकी जितनी भी सराहना की जाए वह कम है. बस एक ही वाक्य में मैं इसे कहना चाहूँगा शांतिगिरी आश्रम के बारे में, योर वर्क स्पीक फॉर इटसेल्फ. योर वर्क स्पीक फॉर इटसेल्फ, माने आपका काम खुद ही बोलता है. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും അത് മതിയാവില്ല. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സന്ദേശം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. इस आश्रम के पीछे जिस करुणाकर गुरुजी की प्रेरणा है, मैंने उन्हें देखा नहीं है, लेकिन जब मैं उनके बारे में भी सोचता हूँ, कल्पना करता हूँ, तो मैं देखता हूँ कि वह कितने लार्ज हार्टेड थे. और बहनों भाइयों, मैं कह सकता हूँ जो लार्ज हार्टेड होगा, जो छोटे दिल का होगा, वह कभी स्पिरिचुअल नहीं हो सकता. जो लार्ज हार्टेड होगा वही स्पिरिचुअल हो सकता है. ഈ ആശ്രമത്തിൻ്റെ പ്രേരണാ സ്രോതസ്സായിട്ട്, അതിൻ്റെ പിന്നിലുള്ള ശക്തിയായിട്ട് നിൽക്കുന്ന ശ്രീ കരുണാകര ഗുരുവിനെ നേരിൽ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആശയം, അദ്ദേഹം എത്ര വിശാല ഹൃദയനായിരുന്നിരിക്കണം. കാരണം അത്രയും വിശാല ഹൃദയനായിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആധ്യാത്മികതയുടെ ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആധ്യാത്മികതയുടെ ആ തലത്തിലെത്തിയിട്ടുള്ള വിശാല ഹൃദയനായിട്ടുള്ള വ്യക്തിക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും
അദ്ദേഹത്തിൻ്റെ ഇടുങ്ങിയ മനസ്സുമായിട്ട്, അങ്ങനെയുള്ള ഇടുങ്ങിയ മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ആ തരത്തിൽ വിശാല ഹൃദയനായിട്ട് ആധ്യാത്മികതയുടെ തലത്തിലേക്ക് എത്താൻ സാധ്യമല്ല. मन बड़ा होना चाहिए, दिल बड़ा होना चाहिए. जैसा मैंने कहा कि छोटे मन का व्यक्ति कभी आध्यात्मिक नहीं हो सकता है, तो छोटे मन के व्यक्ति को कभी सुख की प्राप्ति, हैप्पीनेस की भी प्राप्ति नहीं हो सकती है. मनुष्य यदि जीवन में हैप्पीनेस चाहता है तो उसका दिल बड़ा होना चाहिए. और हमारे यहाँ कहा भी गया है, यदि मैं कहूँ मैथमेटिकल फार्मूले में, तो मैं कह सकता हूँ सर्कमफरेंस ऑफ दिल इफ डायरेक्टली प्रोपोर्शनल टू द मैग्नीट्यूड ऑफ सुख. അദ്ദേഹം വിശാല ഹൃദയരായിട്ടുള്ള വ്യക്തികൾ, ആ വിശാല ഹൃദയരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ആധ്യാത്മികതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ സുഖം കിട്ടുകയുള്ളൂ. ഇടുങ്ങിയ മനസ്സ് ഒരിക്കലും സുഖത്തിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതല്ല. ഞാൻ ഈ കണക്കിൻ്റെ കാര്യത്തിൽ അത്ര പോരാ. അദ്ദേഹം മാത്തമാറ്റിക്സിൽ ഒരു തിയറിയാണ് പറഞ്ഞത്. അദ്ദേഹം മാത്തമാറ്റിക്സിൽ പറഞ്ഞ തിയറി, അതായത് സുഖം മനുഷ്യൻ്റെ മനസ്സ് എത്ര ചെറുതാണോ അതിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ് സുഖം. അതായത് ഇടുങ്ങിയ മനസ്സുള്ള ആളുകൾക്ക് സുഖം കിട്ടില്ല, വലിയ മനസ്സുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുക. हमारे अटल बिहारी वाजपेयी जी कहा करते थे, छोटे मन से कोई बड़ा नहीं हो सकता, टूटे मन से कोई खड़ा नहीं हो सकता. അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസിദ്ധമായിട്ടുള്ള ആ വരികൾ അദ്ദേഹം ഉദ്ധരിച്ചു. ചെറിയ ഇടുങ്ങിയ മനസ്സുകളോട് കൂടിയിട്ട് വലിയ മനസ്സുകളില്ലാതെ ആർക്കും വലുതാകാൻ സാധ്യമല്ല. ഇടുങ്ങിയ മനസ്സുകൾ മനുഷ്യനെ ചെറുതാക്കും. मैं यहाँ के मैनेजमेंट के प्रति आभार व्यक्त करना चाहता हूँ कि उन्होंने इस शांतगिरी आश्रम में मुझे आने का अवसर प्रदान किया है और इतने लंबे समय से यह आश्रम काम कर रहा है. मेरी ईश्वर से यही प्रार्थना है कि यह आश्रम 100 साल ही नहीं बल्कि अपने जीवन के 1000 साल पूरा करे. यही ईश्वर से प्रार्थना करते हुए और पुनः इस पवित्र भूमि को नमन करते हुए अपना निवेदन समाप्त करता हूँ. ഇവിടെ എത്തിച്ചേരാനും ഇവിടെ ഈ ആശ്രമത്തിൻ്റെ സന്യാസിമാരെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ കാണാനും ഒക്കെ അവസരമുണ്ടാക്കിയതിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ വർഷങ്ങളോളം, ദശാബ്ദങ്ങളോളം ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പവിത്രമായിട്ടുള്ള ഭൂമിയിൽ എത്തിച്ചേരാനുള്ള അവസരം നൽകിയതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. प्रीता सहोदरी सहोदरन्मारे नमस्कारम. धन्यवाद राजनाथ सिंह जी. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തി നവോലി ജ്യോതിർദിനം 19 ആഘോഷ പരിപാടികൾക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിസംബോധന ചെയ്ത് മഹത്വപരമായ ഒരു പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് അവർകളെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്നേഹോപഹാരം നൽകി ആദരിക്കുകയാണ്. Sheikh Khalid bin Abdullah Al Khalifa is the Deputy Prime Minister of the Kingdom of Bahrain. Prior to the Bahrain Muftalaqat, His Excellency bin Abdullah Al Khalifa was the Minister of HRH in the Prime Minister's Court. His Excellency bin Abdullah Al Khalifa also serves as the Chairman of Quality Assurance Authority for Education and Training, Hawa Islands Development Committee, Ministerial Committee for Services and Infrastructure, Civil Service Bureau, Committee for Studying, Building Materials Supply, Committees for Organizing Tourism in the Kingdom of Bahrain. We request His Excellency, in the name of our Guru, to deliver a few words in this auspicious occasion. Good afternoon. Honorable Home Minister Rajnath Singh, distinguished guests, dear friends, ladies and gentlemen. First of all, I would like to express
my sincere thanks to honor me in this great occasion. I am very happy to be at Chandigarh. I came to know that this is the place of peace and tolerance. I came from friendly country, Bahrain, where we are all living irrespective of caste, color, religion. Bahrain is the first Gulf country which permit to open churches and temples. Majority of expats in Bahrain are Indians. More than 500,000 Indians are living in Bahrain. Out of this, 200,000 are Malays. All of them are most welcome. We treat Indians like one of us because they are very hardworking and honest. Now, this is my second visit to God's own country, Kerala. I came to know that Chandigarh Ashram, founded by Nava Judisiri Kudunakara Guru, is in the forefront in charitable activities and traditional treatment system. The idea of Chandigarh is very interesting for me. Chandigarh is well known for promoting traditional treatment system. Chandigarh has opened such a treatment center in Bahrain too, which is getting more acceptable in Bahrain. I am very happy to be here in this occasion, and I wish you all the best for everyone, and thank you. Nandi. Thank you, Your Excellency. On behalf of the entire Chandigarh lineage, we would like to express our heartfelt love and gratitude towards the guest of honor of the day, His Excellency Sheikh Khalid bin Abdullah Al Khalifa. We take the privilege and pleasure to invite Sri P.K. Krishnadas, National Secretary of BJP, and Thonikal Jamal, Muslim League Thiruvananthapuram District Committee President, to give away the memento. We also invite Adaraniya Swami Janananma Jnana Tabaswi and Adaraniya Swami Bhaktadatta Jnana Tabaswi to adorn His Excellency with a ponnada. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മെ അഭിസംബോധന ചെയ്ത് ഇവിടെ എത്തി സംസാരിച്ച ബഹുമാന്യനായ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ അവർക്ക് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്നേഹോപഹാരം നൽകി ആദരിക്കുകയാണ്. We humbly request Honorable Home Minister to join this honoring function. As a part of its charitable initiatives, Chandigarh Ashram is lending a helping hand to 100 economically challenged fellow mates around the area. I humbly request Honorable Minister Rajnath Singh Ji to give away the initial incentive. We gladly request Member of Manikal Grama Panchayat, Srimati R. Sahirat BV, to receive this from Honorable Minister. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യങ്ങളിൽ ഒന്നായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 100 നിർധനരായ വ്യക്തികൾക്ക് ആശ്രമത്തിൻ്റെ ധനസഹായം നൽകുകയാണ്.